ഇന്നിപ്പോഴും ബഡ്ജറ്റ് അവതരിപ്പിച്ചു കേന്ദ്ര ഗവൺമെൻറ്, നമുക്കൊന്നും തന്നില്ല, കേരളത്തിന് ഒന്നുമില്ല. നേരത്തെ പറഞ്ഞതുപോലെ സഖാവ് പിണറായി പറഞ്ഞ പോലെ ആമമുട്ട മാത്രം, വേറെ ഒന്നുമില്ല. എയിംസും ഇല്ല, റെയിൽപ്പാളവും ഇല്ല. അതുപോലെ തന്നെ നമുക്ക് വികസനത്തിൻ്റെ ഭാഗമായിട്ട് ഒരു കാര്യവുമില്ല. പുതിയ ട്രെയിനോ അതുപോലുള്ള പദ്ധതികളോ ഒന്നുമില്ല. ഒന്നും തരാൻ അവർ തയ്യാറില്ല. എന്നാൽ ഇന്ത്യയിൽ ഏറ്റവും നന്നായിട്ട് തൊഴിലുറപ്പ് പദ്ധതി കൈകാര്യം ചെയ്യുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിനാണ് അവാർഡ്. ഇന്നത്തെ ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ കഴിഞ്ഞ കൊല്ലം 87,000 കോടി രൂപയാണ് മാറ്റിവെച്ചത് കേന്ദ്ര ഗവൺമെൻറ്. 87,000 കോടി മാറ്റിവെക്കുമ്പോൾ കഴിഞ്ഞ കുടിശ്ശിക കൂടി ചേർത്താൽ 1,25,000 കോടിയാണ് ചിലവാവുക. ആ 1,25,000 കോടി ചിലവാക്കുന്ന സ്ഥാനത്ത് ഇപ്രാവശ്യത്തെ ബഡ്ജറ്റിൽ വെച്ച തുക 30,000 കോടി രൂപയാണ്. തൊഴിലുറപ്പ് പദ്ധതി ഇല്ലാതായി. BJP-കാർ RS-കാർ അവിടെ ഇവിടെയും പോയിട്ട് പറയുന്നത് മുമ്പ് 100 തൊഴിലവസരങ്ങളാണ് കിട്ടിയത്, 100 ദിവസത്തെ പണിയാണ്. ഞങ്ങൾ 125 ദിവസത്തെ പണിയാണ് തരാൻ പോകുന്നത്. 125 ദിവസത്തെ പണി, അതിന് 1,25,000 രൂപ കഴിഞ്ഞ പ്രാവശ്യം മാറ്റിവെച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം 30,000 കോടി മാത്രം മാറ്റിവെച്ച് യഥാർത്ഥത്തിൽ തൊഴിലുറപ്പ് പദ്ധതി അത് ഗാന്ധിയുടെ പേരില്ലാണ്ടാക്കി. എന്നിട്ട് കുറേ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ കൂട്ടിച്ചേർന്നിട്ട് രാംജി എന്ന് വരുത്തുന്ന പേരും നൽകി. അതിൻ്റെ അപ്പുറത്ത് തൊഴിൽ ഉറപ്പ് പദ്ധതി ഇല്ലാതാക്കിയിരിക്കുന്നു. ഇത് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ്. ആ പുതിയ ബില്ല് കൊണ്ടുവന്നപ്പോഴേ പറഞ്ഞതാണ് ഇത് ഇല്ലാതാക്കാനാണ് ഗവൺമെൻറ് പോകുന്നത്. അതിൻ്റെ കൃത്യമായ തെളിവാണ് ഇന്നത്തെ ബഡ്ജറ്റ് അവതരണത്തിൽ 1,25,000 കോടി മാറ്റിവെക്കേണ്ട സ്ഥാനത്ത് കഴിഞ്ഞ പ്രാവശ്യം 87,000 കോടി മാറ്റിവെച്ച സ്ഥാനത്ത് ഇപ്രാവശ്യം 30,000 കോടി മാത്രം മാറ്റിവെച്ച് ഇവിടെ ഈ പദ്ധതി തന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്ന നിലപാടിലേക്ക് നീക്കിയിരിക്കുകയാണ്. ഈ ജാഥയിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്ന് ഈ തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കണം എന്ന് തന്നെയാണ്. കോടിക്കണക്കിന് മനുഷ്യൻ്റെ ജീവിതത്തെ പച്ചപിടിപ്പിക്കാൻ സാധിക്കുന്ന രീതിയിൽ ആദ്യത്തെ UPA ഗവൺമെൻറ്റിൻ്റെ സന്ദർഭത്തിൽ ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി ആ ഗവൺമെൻറ് ഭരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ആ പദ്ധതി ഇല്ലായ്മ ചെയ്യാൻ നടത്തിയിട്ടുള്ള ഈ ശ്രമത്തിനെതിരായി വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാ മേഖലയിൽ നിന്നും ഉയർന്നു വരുമെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ബഡ്ജറ്റിൽ ഒരു നയാ പൈസയും മുമ്പ് മാറ്റിവെക്കേണ്ടതല്ല. ഇപ്രാവശ്യം 1000 കോടി രൂപ അതിന് മാറ്റിവെച്ചിട്ടുണ്ട്. 1000 കോടി മാറ്റിവെച്ചത് കൊണ്ടൊന്നും ഈ പറയുന്ന പദ്ധതി നടപ്പിലാക്കാനാവുന്നതല്ല. കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ അന്ത്യകൂദാശക്ക് വേണ്ടിയിട്ടാണ് നിലപാട് സ്വീകരിക്കുന്നത് എന്ന കാര്യം കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന പരിപാടി വൻ വിജയമാക്കി മാറ്റിയ എല്ലാവരെയും ഈ സന്ദർഭത്തിൽ ജാഥ നേതാവ് എന്ന നിലയിലും ജാഥ അംഗങ്ങൾക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും ഞാൻ അഭിവാദ്യം അർപ്പിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.